ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഒരു മലയാളി കുടുംബം UK-യിൽ വളരെയധികം വിഷമത്തിലായിരുന്നു. അവർ നാട്ടിലേക്ക് പോകാനായിട്ട് ഓൺലൈനിൽ എയർ ടിക്കറ്റ് എടുത്തു. ട്രാവലപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഏജൻസി മുഖേനയാണ് ഈ എയർ ടിക്കറ്റ് എടുത്തത്. സ്കൈ സ്കാനർ പോലെയുള്ള ഏതോ സൈറ്റ് വഴിയാണ് ഈ ട്രാവലപ്പുമായിട്ട് കോണ്ടാക്റ്റ് ആകുന്നത്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് അവരുടെ പേരുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇവർ ഈ ഏജൻസിയെ ബന്ധപ്പെട്ടു. ഏജൻസി പറഞ്ഞു ഇത് എയർ ഇന്ത്യ വഴി എടുത്ത ടിക്കറ്റാണ്. അപ്പോൾ എയർ ഇന്ത്യക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നാണ് ഈ ഏജൻസി അറിയിച്ചത്. ഇവർ എയർ ഇന്ത്യയെ ബന്ധപ്പെട്ടു. എയർ ഇന്ത്യക്കാർ കൈയൊഴിഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങൾക്കിതിനകത്തൊന്നും ചെയ്യാനില്ല, ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഏജൻസ് ആണ്, അവരെ കോണ്ടാക്റ്റ് ചെയ്യൂ, അവർക്ക് മാത്രമേ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നെ കോണ്ടാക്റ്റ് ചെയ്തു. ഞാനും എൻ്റെ പരിചയത്തിലുള്ള എയർ ഇന്ത്യയിലെ മുൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ കോണ്ടാക്റ്റ് ചെയ്യിച്ചു. അദ്ദേഹവും ഇതിന് എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്ന് അന്വേഷിച്ചു. അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം കുറച്ചധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഇമെയിലുകൾ, ഫോൺ വിളികളൊക്കെ നടത്തി നോക്കിയിട്ടൊന്നും ഒരു രക്ഷയും ഉണ്ടായില്ല. അവസാനം എന്തും വരട്ടെ എന്ന് കരുതി ഇന്നലെ ആയിരുന്നു അവരുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഇന്നലെ എയർപോർട്ടിലേക്ക് ചെന്നു. അവർ ഈ ട്രാവൽ ഡോക്യുമെൻറ്റ്സ്, ടിക്കറ്റൊക്കെ കാണിച്ചു. ഒരക്ഷരം പോലും ചോദിക്കാതെ ഇവർ ഫ്ലൈറ്റിൽ കയറാനായിട്ട് അനുമതി കിട്ടി. അപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് തൊട്ട് മുന്നേ എന്നെ വിളിച്ചിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാതെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള വളരെയധികം നമുക്ക് പ്രശ്നം, പൈസ ഒരിക്കലും റിട്ടേൺ കിട്ടത്തില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ പൈസയും പോയി, യാത്രയും മുടങ്ങുന്ന ഒരു സന്ദർഭമായിരിക്കും എന്ന് കരുതിയാണ് ഇത്രയധികം ടെൻഷൻ അടിച്ചത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനു മുൻപും ഇതുപോലെ ഒരാൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള എട്ടിൻ്റെ പണികൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നവർ പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ കൂടെ നമ്മുടെ മലയാളികൾ അടക്കം നടത്തുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള ട്രാവൽ ഏജൻസികളുണ്ട്. അവർ വഴിയായിട്ട് ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള തലവേദനകൾ ഒഴിവാക്കുക. ഏറ്റവും എല്ലാവർക്കും നന്ദി.